ഈ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും ഈ മരണപ്പെട്ട വിനിതയുടെ കുട്ടികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. മാത്രമല്ല ഫൈൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് 4 ലക്ഷം രൂപ വിനിതയുടെ കുട്ടികൾക്കും കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത്. എന്തായിരുന്നാലും ഏറ്റവും നല്ല ഒരു ശിക്ഷാവിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. ഒന്ന്, ശിക്ഷാവിധിയെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ എന്നുള്ള നിലയിൽ പൂർണ്ണ സംതൃപ്തിയാണ്. കാരണം കഴിഞ്ഞ 2024 ഏപ്രിൽ മാസം 12-ാം തീയതിയാണ് ഈ കേസിൻ്റെ വിചാരണ ഇവിടെ ആരംഭിച്ചത്. കഴിഞ്ഞ 1 വർഷവും 12 ദിവസവും കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ഇന്നിപ്പോൾ അതിൻ്റെ ശിക്ഷാവിധി വന്നിട്ടുണ്ട്. എന്നാൽ തമിഴ്നാട്ടിൽ നടന്ന 3 കൊലപാതക കേസുകളിലെ പ്രതിയും കൂടിയാണ് ഈ പ്രതി രാജേന്ദ്രൻ. ആ കൊലപാതകം നടന്നത് 2014-ലാണ്. 2025 അതിൻ്റെ വിചാരണ നടപടികൾ ഇതുവരെയും നാഗർകോവിൽ കോടതിയിൽ തുടങ്ങിയിട്ടേ ഇല്ല. അതിനു മുമ്പെയാണ് 2022 ഈ തലസ്ഥാന നഗരിയെ ഞെട്ടിച്ച കൊലപാതക കേസിൻ്റെ വിധി ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും സീരിയൽ കില്ലറാണ്. കാര്യം പ്രതി സമൂഹത്തിനൊരു ഭീഷണിയാണ്. ആ ഒരു കണ്ടീഷൻ തന്നെയാണ് പ്രോസിക്യൂഷൻ എടുത്തത്. വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷ പ്രതി അർഹിക്കുന്നില്ല. വലിയ വിജയമാണ്. തീർച്ചയായിട്ടും വലിയ ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിലാണ് വധശിക്ഷ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൃക്സാക്ഷികളില്ലാത്തൊരു കേസാണ്. സാഹചര്യ തെളിവുകളും പിന്നെ ഫോറൻസിക് എവിഡൻസും മാത്രമാണ് പ്രോസിക്യൂഷന് മുമ്പിലുണ്ടായിരുന്നത്. ആ എവിഡൻസുകളെല്ലാം വളരെ വസ്തുനിഷ്ഠപരമായി കോടതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. 96 സാക്ഷികളെ വിസ്തരിച്ചു. 68 ലക്ഷ്യമകങ്ങൾ പ്രോസിക്യൂഷൻ മാർക്ക് ചെയ്തു. 222 രേഖകൾ പ്രോസിക്യൂഷൻ തെളിയിച്ചിട്ടുണ്ട് കോടതിയിൽ. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സംബന്ധിച്ച് നിരവധി വെല്ലുവിളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അത് ആ ഏറ്റെടുത്ത വെല്ലുവിളി നല്ലൊരു ശിക്ഷാവിധിയിലൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഒന്ന്, നമ്മുടെ അന്ന് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ, പിന്നെ അന്നത്തെ അസിസ്റ്റൻ്റ് പിന്നെ കണ്ടോൺമെൻറ്റ് AC ആയിരുന്ന ദിനരാജ്, അതുപോലെ തന്നെ പെരൂർക്കട സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് കുമാർ, ഇവരുടെയൊക്കെ നല്ല ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യം നടന്ന 6-ൻ്റെ അന്ന് തന്നെ പ്രതിയെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ മാത്രമല്ല വിനിതയുടെ അമ്മയും 2 മൈനറായിട്ടുള്ള പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളുമുണ്ട്. വിധി കേൾക്കാൻ അവർ കോടതിയിലുണ്ടായിരുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.